നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദുസ്ഥാൻ ആർട്ടിക്കിൾസ് ആണ്. ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ആർട്ടിക്കിളാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാരണം എൻവയോൺമെന്റ് പെർസ്പെക്ടീവ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് ഹൗ പാഡി സ്ട്രോ ക്യാൻ ബി പുട്ട് ടു ഗുഡ് യൂസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് ആർട്ടിക്കിൾ ആദ്യവും രണ്ടാമത്തതും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലല്ല, പകരം ഹിന്ദുവിന്റെ തന്നെയുള്ള ബിസിനസ് ലൈൻ മാഗസിനിൽ നിന്ന് എടുത്തിരിക്കുന്ന രണ്ട് ആർട്ടിക്കിൾസ് ആണ്. ബിക്കോസ് ഈ രണ്ട് ആർട്ടിക്കിൾസ് നമുക്ക് എക്സാമിന് ഒരുപാടധികം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാവുന്ന ആർട്ടിക്കിൾസ് തന്നെയാണ്. ബിക്കോസ് ഫസ്റ്റ് ആർട്ടിക്കിൾ ഡൽഹിയിലെ ഒരു എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വളരെയധികം രീതിയിൽ അവിടെ മലിനീകരണം ഉണ്ടാകാനായിട്ടുള്ള കാരണം ഡൽഹി മാത്രമല്ല, ഡൽഹിയിൽ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഡൽഹിയുടെ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഫാമേഴ്സ് ഈ പറഞ്ഞ പോലെ പാഡി സ്റ്റബിൾസ് ബേൺ ചെയ്യുന്നതൊക്കെ തന്നെ ഡൽഹിയിൽ ആ ഒരു എൻവയോൺമെന്റ് പൊല്യൂഷൻ രൂക്ഷമാകാനായിട്ട് ഇടയാക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു അഗ്രികൾച്ചർ ഏരിയാസിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അഗ്രികൾച്ചറിലെ പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ആണ് ഈ പാഡി സ്ട്രോസ് എന്ന് പറയുന്നത്, നമ്മുടെ വൈക്കോൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈക്കോല് എങ്ങനെ ഈ പറഞ്ഞ പോലെ ഗുഡ് യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് ഇന്നത്തെ ബിസിനസ് ലൈനിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എഡിറ്റോറിയൽ പേജിന്. ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആകാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആരാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമതും നാലാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉള്ളത് തന്നെയാണ്. മൂന്നാമത്തെ ആർട്ടിക്കിൾ PM വിദ്യാലക്ഷ്മി സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഗവൺമെന്റ് റീസെന്റ് ഈ പറഞ്ഞ പോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഈ പറഞ്ഞ പോലെ എൻറോൾമെന്റ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് PM വിദ്യാലക്ഷ്മി സ്കീം. അപ്പൊ ഈ ഒരു സ്കീം ഇതിന് മുൻകാലങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവൈലബിൾ ആയിരുന്ന സ്കീമിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ സോഷ്യൽ ജസ്റ്റിസുമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇഷ്യൂസ് റിലേറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ. സോ ഒരു GS പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും മൂന്നാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ ആർട്ടിക്കിൾ ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും സോഷ്യൽ ജസ്റ്റിസിന്റെ പെർസ്പെക്ടീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു റിപ്പോർട്ടാണ്. റീസെന്റ് പബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്സ് ചിൽഡ്രൻ റിപ്പോർട്ടാണ്. യുണിസെഫ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഡേറ്റാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റാസ് ഒക്കെ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ 4 ടോപ്പിക്സ് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഒരു പ്രിലിംസിന്റെ MCQ സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതാണ്. വാട്ട് ആർ GRAP? GRAP എന്ന് പറഞ്ഞാൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ആണ്. സോ വാട്ട് ആർ GRAP ഓർ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ? ദെൻ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ദെൻ PM2.5 ആൻഡ് PM10. ഇതോടൊപ്പം തന്നെ ചേർന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മുടെ ആ ഒരു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഒരു കൂടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ തന്നെ ഫിലിംസിൽ നിങ്ങൾ PYQs അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടോപ്പിക്സ് നമുക്ക് പരീക്ഷകൾ ചോദിക്കാറുള്ളതാണ്. ലൈക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സിന് ചോദിക്കാറുണ്ട്, PM2.5 അതേപോലെ PM10 ആയിട്ടൊക്കെ തന്നെ റിലേറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പറഞ്ഞ ഡൽഹിയിലെ ആ ഒരു പൊല്യൂഷൻ ആണ് മെയിൻലി ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്ന് പറയുവാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തയിൽ കണ്ടു കാണാം, ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം പറയുവാണെങ്കിൽ സിവിയർ പ്ലസ് എന്നുള്ള കാറ്റഗറിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സിവിയർ കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഇംപ്രൂവ്മെന്റ് അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ബട്ട് സിവിയർ എന്ന് പറഞ്ഞാൽ പോലും അത് വളരെയധികം രൂക്ഷമാകുന്ന രീതിയിലുള്ള മലിനീകരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡേറ്റാസ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കും. സോ എനിവേ, എന്താണ് ഈ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ വാഹനങ്ങളൊക്കെയാണല്ലോ ഓടുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ ബേൺ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എമിഷൻ നടത്തുന്നുണ്ട്, മീൻസ് പൊല്യൂഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പൊല്യൂഷൻ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് രൂക്ഷമാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ വിൻഡിന്റെ മൂവ്മെന്റ് ഇല്ലാതെ വരുമ്പോഴേക്കായിരിക്കും. വിൻഡ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷനെ വേറെ പല സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ഡിസ്പോസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ താരതമ്യേന നമുക്ക് ഈ വിസിബിലിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും അധികം വരത്തില്ല. അപ്പം വിൻഡിന്റെ മൂവ്മെന്റ് ഇല്ലാതെ വരുന്നതും ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ രൂക്ഷമാകാനായിട്ട് ഇടയാകുന്ന ഒരു കാരണമാണ്. അതേപോലെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആബ്സെൻസ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് വിൻഡ് ഒരു കാരണമാണ്. ദെൻ ഈ പറഞ്ഞ ലോ പ്രഷറും ഒരു പോയിന്റ് തന്നെയാണ്. ബിക്കോസ് പ്രഷർ ലോ ആയി കഴിഞ്ഞാൽ ഈ എയർ മുകളിലേക്ക് റൈസ് അപ്പ് ആകത്തില്ല. ബിക്കോസ് ഹൈ പ്രഷർ ഏരിയ ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടുന്ന് എയർ മുകളിലേക്ക് ഉയരത്തില്ല. നേരെ തിരിച്ച് ചൂട് കൂടുമ്പോഴേക്കും താഴെ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ലോവർ ലെയർ ഓഫ് സർഫസിൽ നിന്നും എയർ എന്ത് ചെയ്യും മുകളിലേക്ക് ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉയരുമ്പോഴേക്കും ഇവിടെയുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള പൊല്യൂട്ടൻസിനും കൂടെ ചേർത്തായിരിക്കും മുകളിലേക്ക് ഇത് അബ്സോർവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ പൊല്യൂഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ മീൻസ് പൊല്യൂഷൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ മാൻമെയ്ഡ് റീസൺസും ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റീസൺസും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ മൂലം ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് വിൻഡ് ആയിരിക്കും. ആ റീജിയനിൽ ആബ്സെൻസ് ഓഫ് വിൻഡ് ഒരു പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചറും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് മാറിയേക്കാം. സോ ഇങ്ങനെ
നമ്മുടെ ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആയിട്ട് എയറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പോണൻസ് ലൈക്ക് പറയുവാണെങ്കിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ഉണ്ട്, പർട്ടിക്കുലേറ്റ് മാറ്റർ 10, അതൊക്കെ അതിന്റെ സൈസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഓസോൺ, ലെഡ്, കാർബൺ, ഇങ്ങനെയുള്ള ഒരുപാടധികം ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലേറ്റ് ആയിട്ട് കിടക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ലൈക്ക് ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഹാർട്ട് ഡിസീസുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുകൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഇത്തരത്തിലുള്ള പൊല്യൂറ്റന്റുകളെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതും ഇവയുടെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു കറസ്പോണ്ടിങ് ആ പ്രദേശത്തെ എന്താ പറയുക പൊല്യൂഷൻ ഒക്കെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഗ്രേഡ് ചെയ്യുന്നതാണ് നിലവിൽ ഡൽഹിയിൽ സിവിയർ പ്ലസ് എന്നുള്ള ഗ്രേഡിംഗിലായിരുന്നു. നിലവിൽ അതിപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് ഇച്ചിരി കുറഞ്ഞ് സിവിയർ കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ എനിവേ ഇതാണ് നമ്മുടെ ആ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ 6 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 6 കാറ്റഗറി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണക്കിലെടുക്കുന്നത് ബേസിക്കലി PM10 പാർട്ടിക്കിൾസ്, അതുപോലെ PM2.5 പാർട്ടിക്കിൾസ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ ആൻഡ് ലെഡ്. ഇത് പ്രിലിംസിന് ഓർത്തിരിക്കണം, ബിക്കോസ് ചോദിക്കാം. ഈ പറഞ്ഞ ഒരു അഞ്ച് പാർട്ടിക്കിൾസിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിനകത്ത് ഉപയോഗിക്കാത്തത്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കണം, 8 പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. PM10, PM2.5. PM2.5 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സൈസ് 2.5 മൈക്രോ എന്നുള്ള ഒരു സൈസ് ഒക്കെയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതുപോലെ PM10 എന്ന് പറയുമ്പോൾ ടൺ ആണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 10 മൈക്രോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ PM2.5, PM10, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്, ഇത്രയും കാര്യങ്ങളുടെ പ്രസൻസ് ആണ് നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രസൻസ് കൂടുതലാണെങ്കിൽ 0 to 50 എന്ന റേഞ്ചിൽ നിൽക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ഗുഡ് എന്നുള്ള കാറ്റഗറി. അത് കൂടുന്തോറും എയർ ക്വാളിറ്റിയിലെ ഇൻഡെക്സ് മോശമായിക്കൊണ്ടിരിക്കും. സാറ്റിസ്ഫാക്ടറി, മോഡറേറ്റ്, പൂർ, അങ്ങനെ പോയി സിവിയർ കാറ്റഗറിയിലേക്ക് എത്തിപ്പെടും. ഇപ്പൊ നിലവിൽ ഡൽഹിയിൽ ഈ സിവിയറും കഴിഞ്ഞിട്ടുള്ള തരത്തിലൊന്നും ഉണ്ടായിരുന്നത് സിവിയർ പ്ലസ് എന്നുള്ള കാറ്റഗറിയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് സിവിയറിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, ഇൻ കൺസിഡറേഷൻ വിത്ത് IIT കാൺപൂറുമായിട്ട് ചേർന്നിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോഴേക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ഇവിടത്തേക്ക് എമിഷൻ വരാം. ഒന്ന് മാൻമെയ്ഡ് സോഴ്സസ് വരാം, അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സസ് വരാം. മാൻമെയ്ഡ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും വെഹിക്കുലർ എമിഷൻസ്, വാഹനങ്ങളിൽ നിന്നൊക്കെയുള്ള പുക, ഈ പറഞ്ഞ നമ്മുടെ കാറുകൾ, ട്രക്കുകൾ, ബസ്സുകൾ, ഇവയിൽ നിന്നൊക്കെ തന്നെ വരുന്ന എക്സോസ്റ്റുകൾ, വാഹന പുകകൾ ബേസിക്കലി ഒരു കാരണമാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ എമിഷൻസ്, ഇപ്പം പവർ പ്ലാന്റുകൾ, ഫാക്ടറികൾ, ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിമ്മിനീസ് അല്ലെങ്കിൽ പുകക്കുഴലുകൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന പൊല്യൂട്ടൻസും ഒരു കാരണം തന്നെയാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെ, എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും നമ്മൾ അറിയാം. ഇപ്പൊ നമ്മൾ റോഡിലൂടെയാണെങ്കിലും പോകുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഇപ്പം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവിടങ്ങളിൽ നിന്ന് വരുന്ന പുക, മീൻസ് പൊടി, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഡെബ്രീസ്, ഇവയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിന്റെ സോഴ്സ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ റെസിഡൻഷ്യൽ ഹീറ്റിംഗ്, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക അടുപ്പിൽ ഈ പറഞ്ഞ പോലെ വിറക് കത്തിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യകളിലൊക്കെ തന്നെ അവിടെ കോൾ ബേൺ ചെയ്യാറുണ്ട് ഹീറ്റിംഗ് പർപ്പസിനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ എമിഷൻസ് വരാറുണ്ട്. നാച്ചുറൽ സോഴ്സ് പറയുവാണെങ്കിൽ ഫോറസ്റ്റ് ഫയർസ്, വൈൽഡ് ഫയർസ്. ഈ വൈൽഡ് ഫയർസ് മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാകാം, അതേപോലെ നാച്ചുറൽ ആയിട്ടും ഉണ്ടാകും. ലൈറ്റ്നിങ്ങിലൂടെ വേണമെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാൻ സാധിക്കും. അത്തരത്തിലുള്ള വൈൽഡ് ഫയേഴ്സിലൂടെ വരുന്ന പ്രശ്നങ്ങളും ഒരു നാച്ചുറൽ സോഴ്സ് ആണ്. പിന്നെ ഡസ്റ്റ് സ്റ്റോംസ് ഈ പറഞ്ഞ ഒരു പ്രശ്നമാണ്. വോൾക്കാനിക് ആക്ടിവിറ്റി, അപ്പോൾ വൈൽഡ് ഫയേഴ്സ്, ഡസ്റ്റ് സ്റ്റോംസ്, വോൾക്കാനിക് ആക്ടിവിറ്റി, ഇവയൊക്കെ തന്നെ നാച്ചുറൽ സോഴ്സ് ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത് നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ നമ്മൾ PM2.5 ഒക്കെ പോയിന്റ് എഴുതിയിട്ടുണ്ട്. PM2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ മാറ്റർ 2.5 ഇസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് എയർ ക്വാളിറ്റി ആണ്. ദാറ്റ് റെഫേഴ്സ് ടു ടൈനി പാർട്ടിക്കിൾസ് ഇൻ ദ എയർ ദാറ്റ് ആർ 2.5 മൈക്രോൺസ് ഓർ ലെസ് ഇൻ ഡയമീറ്റർ. ഓട്ടെ, 2.5 മൈക്രോൺസ് ഓർ ലെസ് ഇൻ ഡയമീറ്റർ ആകുന്ന പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് PM2.5. അതായത് വളരെ നേർത്ത അളവിലുണ്ടാവും, നമുക്ക് പെട്ടെന്ന് കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സൈസുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നോസിൽ, മീൻസ് നമ്മൾ ബ്രീത്തിങ്ങിന്റെ സമയത്ത് ഇത് നമ്മുടെ നോസിൽ കയറി കഴിഞ്ഞാൽ ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ അത് നേരെ എങ്ങോട്ടേക്ക് എത്തും, ലങ്സിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അവ അത്രയും കനം കുറവാണ്, അല്ലെങ്കിൽ അത്രത്തോളം സൈസ് കുറവായത് നേരെ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള PM2.5 കോൺസെൻട്രേഷൻ ലെവൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കുകൾ, അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളിലേക്കും പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇന്ത്യയിൽ അതിന്റെ ഈ ഒരു PM2.5 അളവ് 60 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് അത്ര ആകാനേ പാടുള്ളൂ. പക്ഷെ നിലവിൽ ഡൽഹിയിലൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ആ ആവറേജ് 429 ആണ്. 429 മൈക്രോഗ്രാം വരെയൊക്കെ ഡൽഹിയിൽ പോകാറുണ്ട്. അപ്പൊ അത്രത്തോളം സിവിയർ ആണ് ഡൽഹിയിലെ അവസ്ഥ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ദെൻ അതേപോലെ തന്നെ PM10 എന്ന് പറയും, PM2.5 2.5 മൈക്രോൺസ് ആണ്. 10 എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെയാണ് 10 മൈക്രോൺസിന്റെയാണ് ഡയമീറ്റർ വരുന്നത്. ഇവയൊന്നും ഈ പറഞ്ഞ ഒരു അളവിൽ കൂടുതൽ അന്തരീക്ഷത്തിൽ കൂടാൻ പാടില്ല, ബിക്കോസ് അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ദെൻ ഒരു കാര്യം
കാര്യം കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്? എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, വിച്ച് മീൻസ് അവയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുണ്ട് ഡിറൈവ്ഡ് ഫ്രം നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ആക്ട് 2021 ആണ്. ഈ ആക്ട് പ്രകാരമാണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനും സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ കിട്ടിയിരിക്കുന്ന കാര്യം ഓർത്തിരിക്കണം. ഇവരെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ബെറ്റർ ആക്കാനായിട്ട്, പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക, അതിനുവേണ്ട റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം, എവിടേക്കാണ് പൊല്യൂഷൻ കൂടുതലുള്ള അതിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അത് കൃത്യമായിട്ട് റിസോൾവ് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്, പവേഴ്സ് നൽകിയിട്ടുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ എയർ ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന്റെ, എയർ ക്വാളിറ്റി ഒരു സ്ഥലത്ത് എയർ ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ അതിനെ ഈ പറഞ്ഞ പോലെ നേരെയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലൈക്ക് ഈ പറഞ്ഞ നമ്മൾ ചില സമയങ്ങളിൽ ഡൽഹി കേൾക്കാറുണ്ടല്ലോ, എന്താ പറയുക, ഓഡ് നമ്പറുകൾ, നമ്പർ പ്ലേറ്റുകളിൽ ഈ പറഞ്ഞ പോലെ ഓഡ് നമ്പർ പ്ലേറ്റ് ഉള്ള, ഓഡ് നമ്പർ വരുന്ന വാഹനങ്ങൾ ഇന്ന് പുറത്തിറക്കാവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈവൻ നമ്പേഴ്സ് ഉള്ള വാഹനങ്ങൾ മാത്രമേ ഇറക്കാവുള്ളൂ. ലൈക്ക് പറയുവാണെങ്കിൽ എന്താ പറയാ 1111 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്, അവസാനിക്കുന്ന ഈ പറഞ്ഞ വണ്ണിലായതുകൊണ്ട് ഒരു ഓഡ് നമ്പറാണ്. അതേസമയത്ത് 1112 എന്ന് പറയുന്ന ഈവൻ നമ്പർ. അപ്പം ഒരു ദിവസം ഈ പറഞ്ഞ ഓഡ് നമ്പർ ഉള്ള വണ്ടികൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അടുത്ത ദിവസം ഈവൻ നമ്പർ ഉള്ള വണ്ടികൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഒക്കെ ഇറക്കുന്നത് ഒരുപക്ഷെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റെസ്ട്രിക്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇന്ന ദിവസം ഈ പറഞ്ഞ പോലെ എന്താ പറയാ വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നതിനുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ്, അവിടുത്തെ ഈ പറഞ്ഞ മലിനീകരണത്തിന്റെ കാരണങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട്, അതിനുവേണ്ട ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, റെഗുലേഷൻസ് കൊണ്ടുവരിക, ഇതിനെല്ലാം ഉള്ള അധികാരങ്ങൾ ഈ പറഞ്ഞ ആർക്കുണ്ട്? ഈ ഒരു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഇവരുടെ നിർദ്ദേശങ്ങൾ എന്താണ്? ബൈൻഡിങ് നേച്ചറാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ റെക്കമെൻഡറി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കാണാറുള്ളത്. ഈ കമ്മീഷന്റെ പ്രത്യേകതയാണ് ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്താണ്? ബൈൻഡിങ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പറയുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാതെ തന്നെ വേണം, പാലിക്കാതിരിക്കാനായിട്ട് നമുക്കത് പറ്റത്തില്ല. ദെൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കമ്മീഷൻ ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു പാർലമെന്റ് ആണ്, അത് ഓർത്തിരിക്കണം. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വളരെ ചാൻസ് ഉള്ളതാണ്. ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു പ്രൈം മിനിസ്റ്ററിനോ പ്രസിഡന്റിനൊക്കെ വേണ്ടി തെറ്റിച്ച് ചോദിക്കാം. അല്ല, ദിസ് കമ്മീഷൻ ഈസ് ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു പാർലമെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ് പാഡി സ്ട്രോ ക്യാൻ ബി പുട്ട് ടു ഗുഡ് യൂസ്. ഓക്കെ, വൈ ബേൺ ഇറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻസിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ബിക്കോസ് മെയിൻസിന് പലപ്പോഴും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതും വന്നിട്ടുള്ളതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഈ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ നമ്മൾ നേരത്തെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. ശരിക്കും ആ ഡൽഹിയിലെ എയർ പൊല്യൂഷന് പ്രധാനപ്പെട്ട കാരണം ഡൽഹിയിൽ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, ഡൽഹിയിലെ ആ ഒരു ജോഗ്രഫിക്കൽ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ആ ഒരു മാപ്പ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം കൃത്യമായിട്ടെങ്കിലുള്ള നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഡൽഹിയുടെ പിക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ, ഡൽഹി എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. ചുറ്റും ഈ പറഞ്ഞ പോലെ മീൻസ് ഒന്ന് ഈ പറഞ്ഞ ഒരു സൈഡിലൂടെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു വശത്ത് ഹിമാലയത്തിന്റെ ഒരു ബ്ലോക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, മറുവശങ്ങളിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോർഡർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു കാറ്റാണെങ്കിലും ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആണെങ്കിലും അവിടെ വീശുന്ന കാറ്റുകൾ എന്ന് പറയുന്നത് ടുവേർഡ്സ് ഡൽഹിയാണ്, ഡൽഹിയിലേക്കാണ് ആ കാറ്റ് വീശുന്നത്. എല്ലാ സൈഡുകളിൽ നിന്നും ഡൽഹിയിലേക്ക് വരും. ഹിമാലയത്തിന്റെ ഇത് കാരണം അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡൽഹിയിലേക്ക് വരുന്നത് കാരണം തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള പൊല്യൂഷൻ ഒക്കെ തന്നെ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? ലാസ്റ്റ് ഡൽഹിയിലേക്കാണ് എത്തുന്നത്. അപ്പൊ അതാണ് ഡൽഹിയിൽ ഈ പറഞ്ഞ ഇത്രത്തോളം അന്തരീക്ഷം മലിനമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നവംബർ ഡിസംബർ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള മാസങ്ങളിൽ എസ്പെഷ്യലി അതിന്റെ ഡൽഹിക്ക് ചുറ്റുവട്ടത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കർഷകരോട് അവിടെ നെല്ല് മീൻസ് അവർ നെല്ല് കൃഷി ചെയ്തതിനു ശേഷം, അവിടെയൊക്കെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ഏരിയാസ് ആണല്ലോ, അപ്പൊ നെല്ല് കൃഷി ചെയ്തതിനു ശേഷമുള്ള പാഡി, വൈക്കോലി പറഞ്ഞ കത്തിക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കും. ബിക്കോസ് കർഷകർ അത് കൂടുതലും കത്തിക്കുക ചെയ്യാറ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് കൃഷി ചെയ്യുന്ന കർഷകരാണ്. നെല്ല് കൃഷി ചെയ്തു, നെല്ല് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക കൃഷി ചെയ്തത് വിളവെടുത്തതിന് ശേഷം അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു വീറ്റ് കൃഷി ചെയ്യും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാഡി ഈ പറഞ്ഞ പോലെ കൃഷിയിടങ്ങളിൽ വീണ് കിടക്കുന്ന ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന പാഡി സ്ട്രോസ് കത്തിച്ച് കളയും. അപ്പൊ കത്തിച്ച് കളയുമ്പോഴേക്കും അത് പൊട്ടാഷ് ഒരു വളമായിട്ട് ആക്ട് ചെയ്യുമല്ലോ എന്നോർത്താണ് കത്തിച്ച് കളയുന്നത്. അതുപോലെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ കത്തിച്ച് കളയുന്നതോടൊപ്പം തന്നെ പലപ്പോഴും അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തൊട്ട് മുമ്പ് നാച്ചുറൽ മീൻസ് മാൻമെയ്ഡ് കോസ് കണ്ടല്ലേ, ബേണിംഗ് എന്നൊരു കോസ് ഉണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഇത് കത്തിക്കുമ്പോഴേക്കും അന്തരീക്ഷത്തിലേക്ക് പുക എമിറ്റ് ചെയ്യുന്നു. ആ പുക മൂലം ഈ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള ഡൽഹിയിലേക്കാണ് ഇതിന് മലിനീകരണം മുഴുവൻ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ ഡൽഹിയിൽ ഇത്രത്തോളം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ കർഷകനെ സംബന്ധിച്ച്
ഇങ്ങനെ കത്തിച്ച് കളയുന്നല്ലാതെ ഇപ്പം വേറെ വഴികളൊക്കെ ഉണ്ട്. ഉദാഹരണം പറയുവാണെങ്കിലും അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാം. അങ്ങനെയുള്ള ഒരുപാട് വഴികളുണ്ട്. പക്ഷെ അതെല്ലാം കർഷകനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് കൂടുന്ന കാര്യങ്ങളാണ്. കർഷകൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒന്നാമത് തന്നെ കർഷകന്റെ കയ്യിൽ വരുമാനമില്ല. അപ്പൊ ഇങ്ങനെ വരുമാനം മീൻസ് ഈ പറഞ്ഞ പോലെ ഇല്ലാത്തൊരു കർഷകൻ എങ്ങനെയാ പൈസ മുടക്കി ഇതെല്ലാം നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ വലിയ കർഷകനെ സാധിക്കുമായിരിക്കും, ഒരു ലാർജ് ഫാം ഒക്കെ ഹോൾഡ് ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ച് സാധിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗവും കർഷകരും ഈ പറഞ്ഞ പോലെ ഒരു സ്മോൾ ലാൻഡ് ഹോൾഡ്, ചെറിയ ഭൂമികളൊക്കെ സ്വന്തമായിട്ട് കൈവശം വെക്കുന്ന കർഷകരാണുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഏത് രീതിയിൽ ഈ പ്രശ്നം മറികടക്കാം എന്നുള്ളതാണ് കൃത്യമായിട്ടും ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അതിനകത്ത് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ഒരുപാട് കണക്കുകൾ, ഡേറ്റാസ്, നമുക്ക് എക്സാമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഡേറ്റാസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, മോർ ദാൻ 20 മില്യൺ ടൺസ് ഓഫ് പാഡി സ്ട്രോസ് ജനറേറ്റഡ് ആനുവലി ഇൻ പഞ്ചാബ് എലോൺ വിത്ത് ഷോർട്ട് വിൻഡോ ഓഫ് ലെസ് ദാൻ 45 ഡേയ്സ്. അതായത് പഞ്ചാബിൽ മാത്രമായിട്ട് ഓരോ അഗ്രികൾച്ചർ സീസണിലും ഒരു 45 ദിവസത്തിന്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് ഏകദേശം 20 മില്യൺ ടൺസ് ഓഫ് പാഡി സ്ട്രോ ആണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം പഞ്ചാബിൽ മാത്രം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിലെയും ഇപ്പുറത്തെ ഇപ്പോൾ യുപിയിലെയും ഒക്കെ തന്നെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൂടത്തേ ഉള്ളൂ. പഞ്ചാബിൽ മാത്രം ഏകദേശം കൃഷി മീൻസ് ജനറേറ്റ് ചെയ്യുന്ന പാഡി സ്ട്രോസിന്റെ അളവാണ് 20 മില്യൺ ടൺസ് ഓഫ് പാഡി സ്ട്രോ ആണ്. ആൻഡ് ദാറ്റ് ടു വിത്ത് എ ഷോർട്ട് വിൻഡോ ലെസ് ദാൻ 45 ഡേയ്സ്. 45 ദിവസത്തെ ഗ്യാപ്പിലാണ് ഇത്രത്തോളം ഈ പറഞ്ഞ പോലെ പാഡി സ്ട്രോസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പാഡി സ്ട്രോസ് ഒരുപാട് ഇങ്ങനെ കൂടുന്ന കാരണം ഒരു പരിധി വരെ കർഷകർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് അവിടെ ഇടുകയാണ് ചെയ്യുന്നത്. ആ പാടത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഷോർട്ട് ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഈ പറഞ്ഞ വീറ്റ് സോ ചെയ്യാനായിട്ട്. അപ്പൊ വീറ്റ് സോ ചെയ്യുന്നതിന് ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പാഡി സ്ട്രോസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇവർ കൂടുതലും ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം കൂടുതലും മെക്കനൈസ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹാർവസ്റ്റിംഗിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഒരുപാട് മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, ഈ മെഷീൻസ് വെച്ച് കൊയ്ത് കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി അത് കൊയ്തെടുക്കത്തില്ല. കുറേയൊക്കെ വേസ്റ്റ് ആയിട്ട് പാഡി സ്ട്രോസ് ഫീൽഡിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പാഡി വേസ്റ്റുകളൊക്കെ വരുന്നതൊക്കെ തന്നെ കൂട്ടിയിട്ടിട്ട് ഈ കർഷകർ എന്താ ചെയ്യുന്നത്, ഈ ക്രോപ്പ് റെസിഡ്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് അത് ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് അറൌണ്ട് 90% ഓഫ് ദ പാഡി ഏരിയ ഇൻ പഞ്ചാബ് ഈസ് അണ്ടർ മെക്കനൈസ്ഡ് ഹാർവസ്റ്റിംഗ്. പഞ്ചാബിലെ 90% ഏരിയയും മെക്കനൈസ്ഡ് ഹാർവസ്റ്റിംഗ്. ഒരുപാടധികം ഇങ്ങനെയുള്ള റെസിഡ്യൂസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കർഷകൻ ഈ പറഞ്ഞ പോലെ എടുത്തു കൊണ്ടുപോയി പോകുന്നതിന് പകരം അവിടെ തന്നെ എന്ത് ചെയ്യും, കൂട്ടി ഈ പറഞ്ഞ പാടത്തിന്റെ ഒരു സൈഡിലേക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ ഇട്ട് കത്തിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സിറ്റു മെത്തേഡ് ഉപയോഗിക്കണം. എക്സിറ്റു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു പാഡി സ്ട്രോസ് കളക്ട് ചെയ്ത് വേറൊരിടത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഇൻസിറ്റു ആണ് പലപ്പോഴും ഇപ്പം കർഷകർ ഉപയോഗിക്കുന്നത്. വിച്ച് മീൻസ് അവിടെ തന്നെ കൂട്ടിയിട്ട് കത്തിച്ച് അവിടെ തന്നെ അത് വളമാക്കി മാറ്റുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം, നമുക്ക് അതിനെ എക്സിറ്റുവിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അവിടുന്ന് അത് കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മെയിൻ പ്രശ്നം, പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ കോസ്റ്റ് കൂടും. കാരണം ഇത് കളക്ട് ചെയ്യണം, പണിക്കാരെ ഉപയോഗിച്ച് കളക്ട് ചെയ്യണം, എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല സംസ്ഥാനങ്ങളും ചില സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ കോസ്റ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സിറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ സ്ട്രോ ബൾക്കിനെസ് ആണ്. അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കന്റ് കോസ്റ്റ് ഇൻ കളക്ട് ചെയ്യാനായിട്ട് പണിക്കാരെ നിർത്തണം. അത് ഈ പറഞ്ഞ അവിടെ ഇവിടെ ചെതറി കിടക്കുമായിരിക്കുമല്ലോ, മെഷീൻസ് ഈ പറഞ്ഞ ഉപയോഗിച്ച് ഹാർവസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഇവിടെ ചെതറി കിടക്കുമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ പണിക്കാരെ വെച്ചിട്ട് ഈ പറഞ്ഞ കളക്ട് ചെയ്യണം, then അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, കളക്ഷന്റെ കോസ്റ്റ് ഉണ്ട്, പിന്നെ അത് സ്റ്റോർ ചെയ്യണം, അതിനൊക്കെ തന്നെ കോസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മിക്ക കർഷകർ എന്ത് ഉപയോഗിക്കാത്ത ഈ എക്സിറ്റീവ് മാനേജ്മെന്റ് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്യാത്തത്. പക്ഷെ അതിന് ഒരുപാട് സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളും, ഉദാഹരണം പറയുവാണെങ്കിൽ ഹരിയാന ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഈ പറഞ്ഞ പോലെ പെർ ഏക്കറിന് 500 രൂപ വെച്ച് കർഷകന് കൊടുക്കും. അതായത് തൊട്ടടുത്തുള്ള ഗൗശാലകളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ പശു വളർത്തൽ കേന്ദ്രങ്ങളിലേക്ക്, തൊട്ടടുത്തുള്ള ഗൗശാലകളിലേക്ക് ഈ പറഞ്ഞ പോലെ എത്തിക്കുകയാണെങ്കിൽ 500 രൂപ പെർ ഏക്കറിന് ഈ പറഞ്ഞ പോലെ അവിടെ കൊടുക്കുന്നുണ്ട്, ഹരിയാന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അതൊരു ശരിക്കും പറഞ്ഞ ഇൻസെന്റീവ്? കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നല്ല എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ നാട്ടിലെ ആളുകളുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് എന്താ പറയാ കാറ്റൽ റിയറിംഗ് എന്ന് പറയുന്നത്, പശുക്കളെ വളർത്തുക എന്ന് പറയുന്നത്. ഈ പശുക്കളെ വളർത്തുമ്പോഴേക്കും അവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഫുഡ്. ഈ പറഞ്ഞ പോലെ പശുക്കൾക്കുള്ള തീറ്റകൾ ഈ പറഞ്ഞ പോലെ ഫോഡറൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക എന്ന് പറയും. മിക്കവാറും ഈ പറഞ്ഞ പോലെ കാലിത്തീറ്റകളൊക്കെയാണ് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ ഫാമേഴ്സിന് കുറയ്ക്കാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ ഈ പാഡി കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, പാഡി സ്ട്രോ കൊടുക്കുകയാണെങ്കിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഹരിയാനയിലൊക്കെ തന്നെ പാഡി സ്ട്രോസ് തൊട്ടടുത്തുള്ള ഗൗശാലകളിൽ എത്തിക്കുകയാണെങ്കിൽ ഒരു ഏക്കറിന് 500 രൂപ നിരക്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. ബിക്കോസ് എ ലാർജ് ഷെയർ ഓഫ് പാഡി സ്റ്റബിൾ ക്യാൻ ബി അബ്സോർബ്ഡ് ആസ് ആനിമൽ ഫോഡർ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ അതൊരു എക്സിറ്റീവ് മെത്തേഡിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ സഹായിക്കാൻ, അത് എൻകറേജ് ചെയ്യാനായിട്ടാണ് ഹരിയാന ഗവൺമെന്റ് പെർ ഏക്കറിന് 500 രൂപ നിരക്കിൽ ഇവിടെ കൊടുക്കുന്ന കാര്യം നോക്കാം. സിമിലർ പ്രൊവിഷൻസ് 2021 തൊട്ട് തന്നെ പഞ്ചാബ് ഗവൺമെന്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള ഗൗശാലകളിൽ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ അതിനുള്ള പെർ ഏക്കർ നിരക്കിൽ ഈ പറഞ്ഞ സഹായം കൊടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതേ പ്രോഗ്രാം ഈ പഞ്ചാബിലും ഹരിയാനയിലും ചെയ്യുന്ന ഇതേ പ്രോഗ്രാം നമുക്ക്
ഇപ്പോൾ പഞ്ചാബ് ഗവൺമെന്റ് കൊടുക്കുന്ന പറഞ്ഞാൽ പഞ്ചാബിനകത്ത് തന്നെ ഉള്ളതുള്ളൂ. അതായത് പഞ്ചാബിന് ഒരു കൃഷിയെടുത്ത് അത് തന്നെ പഞ്ചാബിൽ തന്നെയുള്ള മറ്റൊരു ഗോശാലയിലേക്ക് കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതേ കാര്യത്തിന് നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കണം. ലൈക്ക് പഞ്ചാബിലുള്ള ഒരു കർഷകന് അത് തൊട്ടടുത്ത സംസ്ഥാനമായ രാജസ്ഥാനിലേക്കും കൂടെ ആ ഒരു പരിപാടി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുവാണെങ്കിൽ പുള്ളിക്ക് അത് വൈഡർ റീച്ചിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ബിക്കോസ് ഏകദേശം പറയുവാണെങ്കിൽ രാജസ്ഥാനിലൊക്കെ തന്നെ ഈ ഫോഡർ എസ്പെഷ്യലി പാഡി സ്ട്രോ കിട്ടാനില്ല. കാരണം അവിടെ ഡെഫിസിറ്റ് ആണെന്ന് ഏകദേശം പറയുന്നത് 17 മില്യൺ ടൺസിന്റെങ്കിലും ഡെഫിസിറ്റ് എല്ലാ വർഷങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. ആവശ്യമുള്ളവർക്ക് കിട്ടാറില്ല. എന്നാൽ നേരെ തിരിച്ച് ഈ പഞ്ചാബിലെ ഹരിയാനയിലൊക്കെ ആവശ്യം കൂടുതലാണ്. അപ്പൊ ഇവിടങ്ങളിലുള്ള കർഷകന് അത് രാജസ്ഥാനിലേക്കും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലും സബ്സിഡൈസ് നിരക്കിൽ എത്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുവാണെങ്കിൽ അത് കർഷകന് ഒരു അഡീഷണൽ ഇൻകം കൂടെ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതൊക്കെ ഓർത്തിരിക്കുക. കാരണം ഗിവൺ ദാറ്റ് ഫീഡ് ആൻഡ് ഫോഡർ അക്കൗണ്ട് ഫോർ നിയർലി 2/3 ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഫാമേഴ്സിന്റെ ഈ പറഞ്ഞ പശു വളർത്തുന്ന ആളുകളുടെ ഈ പറഞ്ഞ പാലുൽപാദനത്തിൽ മിൽക്ക് പ്രൊഡക്ഷനിലെ കോസ്റ്റിൽ ഏകദേശം 2/3 വേണ്ടി വരുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? ഫീഡ് ആൻഡ് ഫോഡർ, പശുക്കൾക്ക് ഈ പറഞ്ഞ തീറ്റകൾ കൊടുക്കാനായിട്ടാണ് അവർക്ക് ഏകദേശം 2/3 കോസ്റ്റ് വരുന്നത്. അപ്പൊ അവിടെ ചെലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള പാഡി സ്ട്രോ കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ഇത് ഫാം ലാൻഡിൽ നിന്ന് കയറി പോകുന്നില്ല, അവിടെ തന്നെ കത്തിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതിനെ അവിടെ നിന്ന് കയറ്റി വിടാൻ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സപ്പോർട്ടിംഗ് സ്കീമുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ മറ്റു പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഈ പാടി സ്ട്രോസ് ഈ പറഞ്ഞ പോലെ ഗോശാലകളിൽ എത്തിക്കുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഈ പാഡി സ്ട്രോ തന്നെ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകന് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല. ബിക്കോസ് മഷ്റൂം നമ്മൾ കൂണ് നിങ്ങൾ വളർത്താൻ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഇപ്പൊ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ ഈ കൂണൊക്കെ തന്നെ നമുക്ക് വീടുകളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള ബെഡ് തയ്യാറാക്കുന്നത്, മഷ്റൂം ബെഡ് തയ്യാറാക്കുന്ന പലപ്പോഴും എന്താ ഉപയോഗിച്ചിട്ടാണ്? ഈ പാഡി സ്റ്റബിൾ ഉപയോഗിച്ചിട്ടാണ്, ഈ വൈക്കോൽ ഉപയോഗിച്ചിട്ടാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. വൈക്കോൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ബെഡ് തയ്യാറാക്കുമ്പോഴാണ് കൂടുതലും മഷ്റൂമിന്റെ ഈൽഡ് നമുക്ക് കിട്ടാനായിട്ടും സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മഷ്റൂം ഗ്രോവേഴ്സിലേക്ക് ഇത്തരത്തിലുള്ള പാഡി സ്ട്രോ എത്തിക്കുക എന്നുള്ളതും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് കത്തിച്ച് കളയേണ്ട കാര്യമില്ല. then ഈ പറഞ്ഞ മൂന്നാമത്തെ അടുത്തൊരു മെത്തേഡാണ് ദർ കുഡ് ബി നമ്പർ ഓഫ് അതർ ഓൾട്ടർനേറ്റീവ്സ് സച്ച് പാഡി സ്ട്രോസ് സച്ച് ബയോ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം, ബയോ ഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ബയോ എത്തനോൾ, അതുപോലെ ബയോചാർ, പേപ്പർ പ്രൊഡക്ഷൻ, ലിഗ്നിൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏതിന് ഉപയോഗിക്കാൻ സാധിക്കണം? ഈ പാഡി സ്ട്രോസിന് ഉപയോഗിക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ കത്തിച്ച് കളയുന്നതിന് പകരം ഇതിനെയൊക്കെ യൂസ്ഫുൾ പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ബയോചാർ. ബയോചാർ എന്ന് പറയുന്ന കാർബൺ റിച്ച് മെറ്റീരിയലാണ്. ഇത് എസ്പെഷ്യലി പറഞ്ഞ പോലെ സ്ട്രോ ഉപയോഗിച്ച് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സോയിലിന്റെ ഹെൽത്തും അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിലെ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ബയോചാർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, കോസ്റ്റ് ഓഫ് മേക്കിംഗ് വളരെ കൂടുതലാണ്. അപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെയാണ് ഇടപെട്ട് ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ കുറയ്ക്കുവാണെങ്കിൽ ബയോചാറിന്റെ ഒക്കെയാണ് പ്രൊഡക്ഷന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും സബ്സിഡികളൊക്കെ കൊടുക്കുവാണെങ്കിൽ കർഷകന്റെ ഈ ഒരു പാഡി സ്ട്രോസ് അതിന്റെ കൺവേർഷൻ വേണ്ടി ഉപയോഗിക്കും, ബയോചാർ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതുവഴി ഫാമേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഫേസ് ചെയ്യുന്ന പൊല്യൂഷനും ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഹെഡ്ലൈനിൽ പറയുന്ന പോലെ പാഡി സ്ട്രോ ക്യാൻ ബി പുട്ട് ടു ഗുഡ് യൂസ് എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കാൻ പറ്റും. വൈ ബേണിൽ എന്തിനു വെറുതെ അത് കത്തിച്ച് കളയുന്നത്? അതിനെ ഈ പറഞ്ഞ ഒരു ഇൻകം ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. ഒരുപാട് നമുക്ക് മെയിൻസിന് വേണ്ടുന്ന ഒരുപാട് പോയിന്റ്സുകൾ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഹൗ ഡസ് PM വിദ്യാലക്ഷ്മി ഡിഫർ ഫ്രം അതർ സ്കീംസ്? അപ്പൊ അത് നമ്മൾ ആ കമ്പാരിസൺ പഠിക്കുന്ന മുമ്പ് ആ ഒരു PM വിദ്യാലക്ഷ്മി സ്കീമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇത് ഇപ്പം റീസെന്റ് അനൗൺസ് ചെയ്തൊരു സ്കീമാണ്. ഇത് കംപ്ലീറ്റ്ലി ഇതിന്റെ ഫണ്ട് ഫുള്ള് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. സെൻട്രൽ സെക്ടർ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടെ ഒക്കെ സഹായം വരുവാണെങ്കിൽ അത് സെൻട്രലി സ്പോൺസേഡ് ആയിട്ട് മാറുള്ളൂ. പക്ഷേ ഇവിടെ സെൻട്രൽ എമൗണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെക്ടർ ആണ് കേട്ടോ. സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഓക്കെ, സെൻട്രൽ സെക്ടർ സ്കീമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, സോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇതിനൊരു സപ്പോർട്ട് സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് നമ്മുടെ NEP ഉണ്ടല്ലോ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, NEP 2020 പ്രകാരം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എൻറോൾമെന്റ് റേഷ്യോ 50% എത്തിക്കാൻ സാധിക്കണം. നിലവിൽ അത് 30 to 35 ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. അത്ര ശതമാനം കുട്ടികൾ മാത്രമേ ഹയർ എഡ്യൂക്കേഷനിൽ കയറുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴേക്കും ഫീസുകളൊക്കെ നല്ല രീതിയിലുണ്ടാവും. അപ്പൊ ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടിട്ടാണ് +2 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം കുട്ടികളും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ജോയിൻ ചെയ്യാത്തത്. ഫിനാൻഷ്യൽ ആണ് ഒരു പ്രശ്നം. ആ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് മറികടക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. ലൈക്ക് സർക്കാർ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന 860 ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ഈ 860 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെലക്ട് ചെയ്യപ്പെട്ട സംസ്ഥാന സെൻട്രൽ ഗവൺമെന്റുകളുടെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വിടും. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അവിടത്തേക്കുള്ള ഫീസ് നമുക്ക് ഈ PM വിദ്യാലക്ഷ്മി സ്കീം ഉപയോഗിച്ച് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോൺ ഫെസിലിറ്റിയാണ്. ബാങ്കുകളിൽ നിന്ന് നമുക്ക് ഈ സ്കീമുകൾ ഉപയോഗിച്ച്
മീൻസ് സെൻട്രൽ ഗവൺമെന്റ് ഇത് ബാങ്കുമായിട്ട് ചേർന്ന് നടപ്പാക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബാങ്കുകളുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെയുള്ള 860 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്നും കൊളാട്രൽ ഫ്രീ ലോണുകൾ കൈവറ്റാൻ സാധിക്കും. ഐ മീൻ എഡ്യൂക്കേഷൻ ലോണുകൾ തന്നെയാണ് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാട്രൽ ഫ്രീ ആണ്. നമുക്ക് ഈടായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ ലോണുകളൊക്കെ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴേക്കും കൊളാട്രൽസ് ഒക്കെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇൻകം ഇല്ലാത്തൊരു വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊളാട്രൽസ് ഒന്നും സ്വന്തമായിട്ട് ഇല്ല എങ്കിൽ ലോണുകൾ പൊതുവിൽ ബാങ്കിൽ നിന്ന് കിട്ടാൻ പാടായിരിക്കുമ്പോൾ ഇവിടെ കിട്ടാൻ പറ്റുന്ന പറഞ്ഞാൽ കൊളാട്രൽ ഫ്രീ ലോണുകളാണ്. അതും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയും കൂടി ഉണ്ട്. ഏകദേശം പറയുവാണെങ്കിൽ 7 ലക്ഷം രൂപ 7.5 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് 75% സെൻട്രൽ ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്കാണെങ്കിലും അത് നഷ്ടം വരിക അവരുടെ ആ ഒരു ഇത് ലോൺ NPA ആയിട്ട് മാറും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറും എന്നുള്ളൊരു പേടി വേണ്ട. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബാങ്കുകൾക്ക് ഇത് കൊടുക്കാനായിട്ടുള്ള താല്പര്യം കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ലോണുകൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ മറ്റൊരു ആകർഷണീയമായ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം 8 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്. 3% വരെയുള്ള ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ കുറച്ചായിരിക്കും കിട്ടുന്നത്. ആ 3% ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അവർക്ക് പകരം ബാങ്കുകളിലേക്ക് കൊടുക്കുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പ്രധാനമായിട്ട് ഓർത്തിരിക്കണം, ഇതിൽ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്ന ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ കോഴ്സ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. എനിവേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇങ്ങനെയൊക്കെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കുമ്പോഴേക്കും ഒരുപാട് കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കടന്നു വന്നേക്കാം എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഒരു ചലഞ്ചായിട്ട് ഈ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനു മുമ്പും ഈ PM വിദ്യാലക്ഷ്മിക്ക് മുമ്പും ഈ പറഞ്ഞ ഒരുപാട് ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സ്കീമുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വ്യത്യാസം എവിടെ ഇരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളും ഉണ്ടായിരുന്ന സ്കീമുകൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇൻകം വെച്ചിട്ടായിരുന്നു. മീൻസ് എല്ലാ ആളുകൾക്കും കിട്ടത്തില്ല. കാസ്റ്റ് ഒക്കെ ഒരു പ്രിഫറൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലോവർ മിഡിൽ ഇൻകം ആളുകൾക്ക് മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ അങ്ങനെ കാസ്റ്റിന്റെ ബേസിലുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ലോവർ മിഡിൽ ഇൻകം ഒരു പരിധി വരെ ഒരു എന്താ പറയാ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് ലോവർ ഇൻകം ഗ്രൂപ്പിനെ മാറ്റി ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പുകളിലേക്കും കൂടെ ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ കുട്ടികളെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു PM വിദ്യാലക്ഷ്മി സ്കീമിന്റെ ഒരു പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ കൺസേൺസ് എന്ന് പറയുവാണെങ്കിൽ പണ്ട് നേരത്തെ സ്കീമുകളിലൊക്കെ തന്നെ നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ 20,000 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. ഈ ഇന്നത്തെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനായിട്ട് 20,000 ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുവാണ്. അതായത് നാക്കിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കിട്ടിയ NBA അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജുകൾ ഇതിനെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 20,000 കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ കോളേജുകളിലൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ ഇതിന് മുമ്പുണ്ടായ PM വിദ്യാലക്ഷ്മിക്ക് മുമ്പുണ്ടായിരുന്ന സ്കീമുകൾ വെച്ചിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോണുകൾ കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷെ നിലവിൽ ഇനിയിപ്പോൾ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ? 860 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ PM വിദ്യാലക്ഷ്മി സ്കീം പ്രകാരമുള്ള എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ കിട്ടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ 22 ലക്ഷം കുട്ടികളാണെന്നാണ് പറയപ്പെടുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ 22 ലക്ഷം കുട്ടികളിൽ നിന്നും ഏകദേശം ശരാശരി പറയുവാണെങ്കിൽ ഈ 860 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്യുന്ന എത്ര കുട്ടികളായിരിക്കും? വളരെ ചെറിയ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാ ആളുകളിലേക്കും എത്താനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്ന ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സ്കീം നല്ലതാണ്. ഈ പറഞ്ഞ പോലെ കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സഹായിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്ര മാത്രം കുട്ടികളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ആയിട്ട് നിലനിൽക്കുന്നത്. ബിക്കോസ് നേരത്തെ 20,000 കോളേജുകളിലേക്ക് ഉണ്ടായിരുന്ന ഇപ്പം വെറും 860 കോളേജുകളിലേക്ക് മാത്രമായിട്ട് ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആയിട്ട് പറയേണ്ടി വരിക. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റുകളൊക്കെ ഓർക്കണം. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. 100% എമൗണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മതി 860 കോളേജുകൾ എന്ന് പറയുമ്പോഴേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് കൊടുക്കാൻ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു റാങ്കിംഗ് സിസ്റ്റമാണ്. ഇത് പ്രകാരം റാങ്ക് ടോപ്പിൽ വരുന്ന 860 കോളേജുകൾക്കായിരിക്കും ഇതിനകത്ത് പ്രകാരമുള്ള അവൈലബിലിറ്റി കിട്ടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കാം. then അടുത്ത ആർട്ടിക്കിളാണ് നമ്മുടെ റിപ്പോർട്ടാണ് known as State of the World's Children Report. State of the World's Children 2024 റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. പ്രിലിംസിനെ ഈ പറഞ്ഞ പോലെ അത് ഓർത്തിരിക്കുക. അത് പബ്ലിഷ് ചെയ്യുന്ന യുണിസെഫ് ആണ് പബ്ലിഷ് ചെയ്യുന്ന യുഎനിന്റെ ഓർഗനൈസേഷൻ ആയ യുണിസെഫ് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ് സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ചിൽഡ്രൻ 2024 റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രകാരം 2050 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഏകദേശം 350 മില്യൺ സ്റ്റുഡൻസ് 350 മില്യൺ ചിൽഡ്രൻ ആയിരിക്കും ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടാവുക. അതിന്റെ പകുതിയോളം മാത്രമേ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ചൈനയിൽ ഉണ്ടാവുക. 141 മില്യൺ ആണ് ചൈനയിൽ ആ സമയത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ എനിവേ ഈ പറഞ്ഞ പോലെ ഒരു 2050 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കൺട്രീസ് വിച്ച് ഹാവ് ദ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളതിനകത്ത് ഫസ്റ്റ് പട്ടികയിൽ ആരായിരിക്കും? ഇന്ത്യ ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക്, കാരണം അത്രത്തോളം ഒരു ചൈൽഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി യങ്ങർ പോപ്പുലേഷൻ ആണ് ഇന്ത്യയിൽ. ബട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് കുറയുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ കുട്ടികളുടെ എണ്ണം ഓൾമോസ്റ്റ് അത് കഴിയുമ്പോഴേക്കും
106 മില്യന്റെ ഒരു ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചൈനയിൽ 203 മില്യന്റെ ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് 2024 2047 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ സാധിക്കും എന്ന് പറയുന്ന കാര്യം വരുന്നുണ്ടല്ല. അത്തോളം ഡെമോഗ്രാഫിക് ഡിവിഡന്റ് നമുക്ക് അവൈലബിൾ ആണ്. യങ്ങർ ജനറേഷൻ ആണ് നമ്മൾ. പക്ഷെ എല്ലാ കാലത്തെയും കണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ കുറയും എന്നുള്ളത്, ചൈൽഡിന്റെ പോപ്പുലേഷൻ കുറയും എന്നുള്ളത് ഇതിനകത്ത് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം സ്റ്റേറ്റ് ഓഫ് വേൾഡ് ചിൽഡ്രൻ റിപ്പോർട്ട് 2024 റിലീസ് ചെയ്ത യൂണിസെഫ് ആണ്. ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ ചിൽഡ്രൻ 2050 ആകുമ്പോഴേക്കും ഉണ്ടാകാൻ ചാൻസ് ഉള്ള ലോകത്ത് എവിടെയാണ്? ഇന്ത്യയിലാണെന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ചിൽഡ്രന്റെ, കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ ആരോഗ്യത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ ചാൻസ് ഉള്ള 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, രണ്ട് ഈ പറഞ്ഞ എൻവയോൺമെന്റ് ക്രൈസിസ്, ദെൻ ഈ പറഞ്ഞ ഫ്രണ്ടിയർ ടെക്നോളജീസ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൈൽഡ് ഹെൽത്തിനെ ബാധിച്ചേക്കാം. ലൈക് ക്ലൈമറ്റും എൻവയോൺമെന്റ് ക്രൈസിസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കറിയാം റീലൊക്കേഷൻസ്. ഇപ്പം നമ്മൾ സ്ഥിരം ഈ പറഞ്ഞ വെള്ളം കയറുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ സ്ഥിരം മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു പ്രദേശത്ത് ആരും താമസിക്കത്തില്ല. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് റീലൊക്കേറ്റ് ചെയ്തേക്കാം വേറെ സ്ഥലങ്ങളിലേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള റീലൊക്കേഷൻ ഒക്കെ സംഭവിക്കുമ്പോഴേക്കും കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അവരുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവർ ഇപ്പൊ നിലവിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ ഒരുപാട് നാളായിട്ട് താമസിച്ച സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം മാറി കഴിയുമ്പോഴേക്കും നമുക്കൊരു മെന്റൽ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെന്റൽ ട്രോമ സൃഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കുട്ടികളിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഫ്രണ്ടിയർ ടെക്നോളജീസിന് എപ്പോഴും നമുക്കറിയാം ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം ഇപ്പം പഠിക്കുന്നതിന് ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ടെക്നോളജീസ് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഡിജിറ്റലൈസേഷൻ ചില സമയങ്ങളിൽ കുട്ടികളിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം. ലൈക്ക് പറയുവാണെങ്കിൽ ഓൺലൈൻ റിസ്കുകൾ ഒരുപാടധികം ഉണ്ടാകാം, ഇൻക്ലൂഡിങ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുട്ടികളിൽ കൂടി വരുന്നതും ഇതൊരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം കുട്ടികളെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡന്റും ഡെമോഗ്രാഫിക് ഷിഫ്റ്റും ഒരു കാര്യം തന്നെയാണ്. ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്, ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് ക്രൈസിസ് ആൻഡ് ഫ്രണ്ടിയർ ടെക്നോളജീസ് ആണ് കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കാരണങ്ങളായിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്സ് ചിൽഡ്രൻ റിപ്പോർട്ട് 2024 പ്രകാരം പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നവരാണ് യൂണിസെഫ് ആണെന്നുള്ള കാര്യം ഓർക്കുക. റിപ്പോർട്ട് പ്രകാരം 2050 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യം ഏതായിട്ട് മാറും? ഇന്ത്യ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക് എന്ന് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സുമായിട്ട് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.